നമസ്കാരം. ഇന്ന് നമ്മളൊരു കുർത്തി ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ നാളായിട്ട് നമ്മൾ ക്ലാസ്സുകളല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീഡ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ബീഡ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുർത്തി ഡിസൈനാണ് കേട്ടോ. സെൻറ്ററിൽ ഒരു ഗോബി ഷേപ്പ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെ ഞാൻ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലും ഞാൻ കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ആ രണ്ട് സൈഡിൽ ലൈൻ വരച്ചിട്ടില്ലേ, അത് ടോപ്പ് ഫുള്ള് ചെയ്യുന്നുണ്ട് കേട്ടോ, താഴെ വരെ ചെയ്യുന്നുണ്ട്. ഈ ഡിസൈൻ ഞാൻ കുർത്തിയിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ആദ്യം നമുക്ക് സെൻറ്ററിലെ ആ ഗോബി ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ ഫില്ല് ചെയ്യാം. അതിനുശേഷം ഉള്ളിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആൻറ്റി കട്ട് ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്മാൾ സൈസാണ്. നമുക്ക് മീഡിയം സൈസും വരുന്നുണ്ട്, പക്ഷേ സ്മാൾ സൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സ് ഔട്ട്ലൈൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് 29 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 29 ഒന്ന് റെഫർ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. കട്ട് ബീഡ്സ് നമ്മൾ എപ്പോഴും സിംഗിൾ ബീഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്മാൾ ബീഡ്സ് ആയതുകൊണ്ട് രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ കർവ് ഫിഗർ അല്ലേ, കർവ് ഫിഗർ ആയതുകൊണ്ട് സിംഗിൾ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടുന്നത്. ഇതുപോലെ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു കർവൊക്കെ ചെയ്യാൻ പറ്റും. കുർത്തി ഡിസൈൻ ചെയ്യുമ്പോൾ ഷുഗർ ബീഡ്സിനേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. കട്ട് ബീഡ്സ് ആകുമ്പോൾ നല്ല തിളക്കം ഉണ്ടായിരിക്കും, ആ ഡിസൈൻ നല്ല ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു, ഇനി ഒരു ലെയർ കൂടി ഇതിനോട് ചേർന്ന് തന്നെ കൊടുക്കണം. കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബീഡ്സിൻ്റെ നീഡിൽ തന്നെ യൂസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബീഡ്സിൻ്റെ നീഡിൽ ഇല്ലെങ്കിൽ തുലിപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നീഡിൽ നമ്പർ 23 or 24 യൂസ് ചെയ്താൽ മതി. തുലിപ്പ് നീഡിൽ യൂസ് ചെയ്യുമ്പോൾ അധികം ബീഡ്സ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു 4-5 ബീഡ്സൊക്കെ സ്മാൾ ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നല്ലത് അയൺ നീഡിലാണ് കേട്ടോ. ഇപ്പോൾ ഔട്ടറിലെ 2 ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സെൻറ്ററിൽ നമ്മൾ സർക്കിൾ കൊടുത്തിട്ടില്ലേ, ഈ സർക്കിളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. സർക്കിളിൽ ഞാൻ സീക്വൻസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളില്ലേ, സെൻറ്ററിലെ ഹോളിലൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി വീണ്ടും നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോയി ഫസ്റ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തായിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം സീക്വൻസ് കോർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും താഴെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ആ ഒരു സർക്കിൾ ഫുള്ള് ഫില്ല് ചെയ്യണം. സീക്വൻസ് ഞാൻ ഫ്ലാറ്റ് ടൈപ്പ് മീഡിയം സൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ സീക്വൻസിനേക്കാൾ ചെറിയ സൈസും അവൈലബിൾ ആണ്, അതുപോലെ ഇതിനേക്കാൾ വലിയ സൈസും അവൈലബിൾ ആണ്. ഇത് മീഡിയം സൈസാണ് കേട്ടോ. സീക്വൻസ് അരി നീഡിലിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാ സൂചി നൂല് യൂസ് ചെയ്ത് വേണമെങ്കിലും സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ സർക്കിളിൻ്റെ ഔട്ടർ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി സെൻറ്ററിൽ സീക്വൻസ് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. സെൻറ്ററിൽ ഞാൻ ഫ്ലവർ ടൈപ്പ് സീക്വൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ സീക്വൻസ് കൂടുതലും നമ്മൾ ബ്രൂച്ചസ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. സെൻറ്ററിൽ ഫ്ലവർ ടൈപ്പ് സീക്വൻസും ഒരു ഷുഗർ ബീഡും കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഷുഗർ ബീഡിനെ നമ്മൾ ആ ലാസ്റ്റ് എടുത്ത ചെയിനിൽ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ തന്നെ എൻഡ് നോട്ട് കൊടുത്താലും മതി. ഇനി 4 സൈഡിലേക്ക് നമ്മൾ ഓരോ ബ്രാഞ്ചസ് ഡ്രോ ചെയ്തിട്ടില്ലേ, ഈ ബ്രാഞ്ചസിൽ നമ്മൾ ഈ ഔട്ടറിൽ കൊടുത്ത കട്ട് ബീഡില്ലേ, ഈ കട്ട് ബീഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ലൈൻ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ബ്രാഞ്ചസ് കൊടുക്കാം. ബ്രാഞ്ചസ് ഞാൻ ഫസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ എൻഡിങ്ങിൽ ഇതേപോലെ ലീഫ് ഡിസൈനാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഡ്രോ ചെയ്ത ഡിസൈൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് 30യുടെ പാർട്ട് 2 റെഫർ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് 3 ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നീഡിൽ റിവേഴ്സ് വന്ന് സെക്കൻഡ് ബീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീണ്ടും റിവേഴ്സ് വന്ന് സെക്കൻഡ് ബീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സ്റ്റിച്ച് ഈസി ആയിരിക്കും ചെയ്യാൻ. ഇതേപോലെ തന്നെ ലീഫ് ഡിസൈൻ നമുക്ക് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു ലൈനിൽ 3 ബീഡ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷേ സിംഗിൾ ബീഡ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. 3 സ്റ്റിച്ച് കൂടെ ഒരുമിച്ച് ഒറ്റ ചെയിനിൽ സ്റ്റിച്ച് ചെയ്യൽ, ഓരോ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യണം. സെക്കൻഡ് ലെയർ എടുക്കുമ്പോൾ ഫസ്റ്റ് ലെയറിൽ നിന്ന് ഒരു ബീഡ് വിട്ടതിന് ശേഷം സെക്കൻഡ് ബീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. തേർഡ് ലെയറും അതുപോലെ സെക്കൻഡ് ലെയറിൽ നിന്ന് ഒരു ബീഡ് വിട്ടതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ബീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ഒരു ലീഫ് ഡിസൈനായിട്ട് അത് കിട്ടത്തുള്ളൂ.
ഞാൻ സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് സ്റ്റിച്ച് മനസ്സിലാവും കേട്ടോ. ബീഡ്സ് വർക്ക് മാത്രം പഠിച്ചാലും ഈ ഒരു ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഓൺലൈൻ അരി ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ബാച്ചസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രാഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് കേട്ടോ ബാക്കി 3 സൈഡിലേക്കുള്ള ബ്രാഞ്ചസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ബ്രാഞ്ചസിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ സർക്കിൾ കൊടുത്തിട്ടില്ലേ, ഈ സർക്കിളിലെല്ലാം ഫ്ലവർ ടൈപ്പ് സീക്വൻസ് ആണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ സെൻറ്ററിൽ ഫില്ല് ചെയ്തില്ലേ, സെയിം അതേ സീക്വൻസ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സർക്കിളിൽ ഫ്ലവർ ടൈപ്പ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ഷുഗർ ബീഡ് കൂടി ഫില്ല് ചെയ്യണം. സെൻറ്ററിൽ ഒരു ഷുഗർ ബീഡ് ഫില്ല് ചെയ്ത് ആ ഷുഗർ ബീഡിൽ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. എല്ലാ സർക്കിളും ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലവർ ടൈപ്പ് സീക്വൻസ് കൊണ്ട് ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുത്ത് കുറച്ച് ഗ്യാപ്പ് വരുന്നില്ലേ, ഈ ഗ്യാപ്പിലും ബ്രാഞ്ചിൽ ചെയ്ത പോലെ തന്നെ ലീഫ് ഡിസൈൻ കൊടുക്കാം. ആ ഫ്ലവറിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 2 സൈഡിലേക്കുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് സ്ലാൻറ്റിങ്ങിലാണ് ലീഫ് ഡിസൈൻ കൊടുക്കുന്നത്. ഫ്ലവറിന് ചുറ്റും ആ ഒരു സ്പേസ് ഫില്ലാകുന്ന രീതിയിൽ ലീഫ് ഡിസൈൻ അങ്ങ് കൊടുത്താൽ മതി. ഇപ്പോൾ സെൻറ്ററിലെ ഡിസൈൻ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡിൽ ഞാൻ 2 ലൈൻസ് വരച്ചേക്കുന്നത് കണ്ടോ, അത് ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ ടോപ്പ് ഫുള്ളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഫിറ്റിംഗ് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ് സ്റ്റോൺസ് വൈറ്റ് കളറ് സ്ക്വയർ ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ സൈസും എടുത്തിട്ടുണ്ട്, വലിയ സൈസും എടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ് സ്റ്റോണ് കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ 2 സൈസും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ് സ്റ്റോണിന് നല്ല തിളക്കമാണ് കേട്ടോ. കുന്തൻ സ്റ്റോൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് വർക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫിറ്റിംഗ് സ്റ്റോൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫിറ്റിംഗ് സ്റ്റോൺസ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചാണ് 2 സൈഡിലും ഞാൻ ലൈൻ വരച്ചിട്ടില്ലേ, ഇനി ഈ ലൈനിനുള്ളിലായിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ബീഡ്സ് നമ്മൾ ആ ഔട്ട്ലൈനിൽ സ്റ്റിച്ച് ചെയ്തില്ലേ കട്ട് ബീഡ് ആൻറ്റിക്, അതേ ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അരി നീഡിൽ വേണേലും നമുക്കിവിടെ ഫില്ല് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ നീഡിൽ യൂസ് ചെയ്ത് വേണേലും ഫില്ല് ചെയ്യാം. ബീഡ്സ് നമുക്ക് അടുപ്പിച്ച് ഫില്ല് ചെയ്യേണ്ട, കുറച്ച് ഗ്യാപ്പിൽ ഫില്ല് ചെയ്താൽ മതി. ബീഡ്സ് ഫില്ല് ചെയ്യുന്നതിനും മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കുറച്ച് അകലത്തിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ 1 ഇഞ്ച് ലൈൻ വരച്ചിട്ടില്ല 2 സൈഡിലും, ആ ലൈനിന് പുറത്തേക്ക് പോകാതെ നോക്കിക്കോണം. അരി നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ബീഡ്സ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഓരോ ബീഡിനും നോട്ടിട്ട് പോകണം. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പെൻസിൽ കൊണ്ട് ഡോട്ട് മാർക്ക് ചെയ്തിട്ട് വേണേലും ചെയ്യാം. ഇതുപോലെ ഡോട്ട് മാർക്ക് ചെയ്താൽ ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഡോട്ട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡോട്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇവിടെ ഞാൻ നോർമൽ നീഡിലിൽ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണിക്കാമേ. ഓരോ ബീഡ് വെച്ച് കോർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഡോട്ടിലൂടെ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, വീണ്ടും അടുത്ത ഡോട്ടിൽ നീഡിൽ മുകളിലേക്ക് എടുത്ത് ഒരു ബീഡ് കോർത്ത് താഴേക്ക് എടുക്കുക, വീണ്ടും അടുത്ത ഡോട്ടിലേക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുക, ബീഡ് കോർക്കുക, താഴേക്ക് എടുക്കുക. ഡോട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വലുതായിട്ട് കൊടുക്കല്, ചെറിയൊരു ഡോട്ട് മാത്രമേ കൊടുക്കാവൂ കേട്ടോ. ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാത്തവർക്കാണേലും നോർമൽ നീഡിൽ ഈ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ സെയിം ഈ ഡിസൈൻ തന്നെ സ്ലീവ്സിൻ്റെ അറ്റത്തും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിൽ 2 സൈഡിലും ഞാൻ ആ ഗോബി ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്